എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി രണ്ടും ഒരു ഭയങ്കരമായ ഡൗണിന് ശേഷം, അതായത് ഒറ്റ ദിവസത്തിൽ ബാങ്ക് നിഫ്റ്റിയിൽ 4000-ഉം നിഫ്റ്റിയിൽ 2000-ഉം ഡൗണിന് ശേഷം 3 ദിവസം കൊണ്ട് അത് റിക്കവർ ആവുകയും തുടർന്ന് അങ്ങോട്ട് ഒരു സൈഡ് വേയിലൂടെ നീങ്ങുന്നതുമായ കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടത്. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് മാർക്കറ്റ് ഒരു സൈഡ് വേയിൽ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ ലാഭമില്ലാത്ത ദിനങ്ങളായിരുന്നു ഈ ഒരു 4 ദിവസം, 5 ദിവസം എടുക്കുക. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും ഒരു സൈഡ് വേയിലൂടെ തന്നെയാണ് പോയത്. അത് നമ്മൾ പറഞ്ഞതുമാണ്. നിഫ്റ്റിയുടെ കാര്യം എടുത്താലും 4 ദിവസവും ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തിരുന്നതെങ്കിലും ക്ലോസ് ചെയ്തത് റെഡിലാണ്. 4 ക്യാൻഡിലും റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 4 ക്യാൻഡിൽ റെഡ് ആകുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, 3 ക്യാൻഡിലാണ് റെഡ്, ഒരു ക്യാൻഡിൽ ഗ്രീനിൽ ക്ലോസ്. പക്ഷേ അവസാന ദിവസം, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്തു നോക്കിയാൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഒരു മുഖ്യമായ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഡോജി ക്യാൻഡിലാണ് ഗ്രീൻ വെച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി രണ്ടും ഓരോ ദിവസവും 2 തരത്തിലാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ അവസാന ദിവസം വെള്ളിയാഴ്ച നിഫ്റ്റി ഡോജി ക്യാൻഡിലാണ് വെച്ചിരിക്കുന്നത്, ബാങ്ക് നിഫ്റ്റി ഡോജി ക്യാൻഡിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് ട്രേഡുകൾ വളരെ പ്ലാനിങ്ങോടെ തന്നെ ചെയ്ത് തീർക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഇന്ന് മാർക്കറ്റ് ലീവാണ്. നാളെ ഫിൻ നിഫ്റ്റി എക്സ്പയറി ഡേ ആണ്, മറ്റന്നാൾ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ഡേ ആണ്. അപ്പോൾ മാർക്കറ്റ് എന്തായാലും നാളെ ഒരു സൈഡ് വേയിലൂടെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്നുമില്ലെങ്കിൽ മുകളിലേക്ക് പോകാം, അല്ലെങ്കിൽ താഴേക്ക് വരാം. ഏതെങ്കിലും ഒരു സൈഡ് നന്നായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ സൈഡ് വേയിലൂടെയാണെങ്കിൽ അത് ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് സൈഡ് വേസ് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഏതായിരുന്നാലും നമുക്ക് നാളെ ഏത് തരത്തിൽ, ഏത് ഐഡിയയിലാണ് ട്രേഡിംഗ് ചെയ്യാനുള്ള സംവിധാനം എന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് ഇന്ന് ലീവായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇന്ന് ലീവായിരുന്നതുകൊണ്ട് ഒരു ദിവസം ഗ്യാപ്പ് വന്നു. അതുകൊണ്ട് നാളെ മറ്റന്നാളൊക്കെ പ്രീമിയം നല്ല DK, അതായത് ഭയങ്കരമായ പ്രീമിയം ഹണ്ടിങ് ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ പ്രീമിയം ഹണ്ടിങ് വന്നാൽ ഓപ്ഷൻ സെല്ലേഴ്സിന് നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നാളെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കായിരിക്കും നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും മൂവ് ആകാനുള്ള ചാൻസ് കാണുന്നത്. ഒരു ഡൗൺ വന്നതിന് ശേഷം ഒരു ഡോജി വെച്ചാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതേപോലെ തന്നെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് മുകളിലൊരു ഡോജി ക്യാൻഡിൽ, ഡേ ക്യാൻഡിൽ ഫോമായി കഴിഞ്ഞാൽ താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് 100% സംഭവിക്കും എന്നല്ല, ഒരു 70% സംഭവിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഓക്കെ, നമുക്ക് ബാങ്ക് നിഫ്റ്റി സെറ്റപ്പ് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും ഒരു വി ഷേപ്പ് റിക്കവറി തന്നെയാണല്ലോ വന്നത്. നോക്കൂ, വി ഷേപ്പ് റിക്കവറി തന്നെയാണ് വന്നത്. അതിനുശേഷം ഒരു സൈഡ് വേ, ഈ 4 ക്യാൻഡിൽ റെഡിൽ ക്ലോസ് ചെയ്തിട്ട് അവസാനത്തെ ക്യാൻഡിൽ, അതായത് വെള്ളിയാഴ്ച 5ാമത്തെ ക്യാൻഡിൽ ഡോജിയാണ് വെച്ചിരിക്കുന്നത്. ഡോജി വെച്ചത് കൊണ്ട് തന്നെ ഒന്നുമില്ലെങ്കിൽ താഴെ വരാം, അതല്ലെങ്കിൽ മുകളിൽ പോകാം. നമുക്ക് 50,210 ഈ ഒരു പോയിൻ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇത് 1 ഡേ ടൈം ഫ്രെയിമാണ്. 1 ഡേ ടൈം ഫ്രെയിമിൽ ഈ ഒരു പോയിൻ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് പോകാം. ബ്രേക്കൗട്ട് ചെയ്ത് ഒന്ന് സസ്റ്റെയിൻ ചെയ്യണം. ഫേക്ക് ബ്രേക്കൗട്ട് നടത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വെയിറ്റ് ചെയ്തിട്ടാണ് പോകാൻ പാടുള്ളൂ മുകളിലേക്ക്. അതേസമയം ഡൗണ് വരികയാണെങ്കിൽ 49,000 ഇവിടെയല്ല, കുറച്ച് മേലെ 49,020 ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രം താഴത്തേക്ക് എടുത്ത് പോകാം. ഓക്കെ, ഇത് ഡേ ടൈം ഫ്രെയിമിലാണ്. ഇനി നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രിവ്യൂസ് ഹൈ എന്ന് പറയുന്നത് 50,210 തന്നെയാണ്. 50,210 ബ്രേക്ക് ചെയ്താൽ നമുക്ക് മുകളിലേക്ക് പോകാം. സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം പോയാൽ മതി. താഴത്തേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു സൈഡ് വേസ് തന്നെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, സൈഡ് വേസിലൂടെ തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും നോക്കിയേ,
സൈഡ് വേ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ സൈഡ് വേ ആയ സ്ഥിതിക്ക് ഒരു ട്രെൻഡ് കൂടെ ഇവിടെ ഫോമായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാമോ? പാടില്ല. ഒരു ഫേക്ക് ബ്രേക്കൗട്ട് നടത്തി ഇത് മുകളിലേക്ക് തന്നെ പോകാം. ഇവിടെ നിന്ന് ഫേക്ക് ബ്രേക്കൗട്ട് നടത്തി ഇത് മുകളിലേക്ക് തന്നെ പോകാം. അതുകൊണ്ട് ഒരിക്കലും ഇവിടെ എടുക്കുന്നത് സേഫ്റ്റി അല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് താഴെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എടുത്ത് പോകാം. 1 hour ടൈം ഫ്രെയിമിൻ്റെ കാര്യമാണ് പറയുന്നത്. 49,600 അല്ലെങ്കിൽ 49,620. ഒന്നുകൂടെ സേഫ്റ്റി 49,600 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴത്തേക്ക് എടുത്ത് പോകാം. ഓക്കെ. നാളെ എന്തായാലും മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. കാരണം മാർക്കറ്റിൻ്റെ കിടപ്പ് വശം ഇപ്പോൾ അങ്ങനെയാണ്. ഓക്കെ. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളവും ഏകദേശം ഇതുപോലെ തന്നെയാണ്. സൈഡ് വേയിലൂടെ തന്നെയാണ് പോയത്. 4 ദിവസം റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 5-ാമത്തെ ദിവസം ഒരു ഡോജിയാണല്ലോ വെച്ചിരിക്കുന്നത് നിഫ്റ്റി. നമുക്ക് പ്രീവിയസ് ഹൈ ആദ്യം മാർക്ക് ചെയ്യണം. 23,490. ഓക്കെ. പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ് 23,490. താഴെ മാർക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഏരിയയിലാണ്. 23,000. 22,975 ആ 23,000 എന്ന് വെച്ചോളൂ. ഓക്കെ. ഇത് 1 day ടൈം ഫ്രെയിമിലാണ്. നമുക്ക് ഇത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് ഒന്ന് സസ്റ്റെയിൻ ചെയ്യണേ. പെട്ടെന്ന് തന്നെ എടുത്ത് പോകരുത് ആക്രാന്തം കാണിച്ചിട്ട്. പിന്നെ ക്യാപിറ്റൽ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ. അതേസമയം താഴത്തേക്കാണെങ്കിൽ 22,973 ബ്രേക്ക് ചെയ്യട്ടെ. 23,000 അല്ല, 22,970 ബ്രേക്ക് ചെയ്യട്ടെ. താഴത്തേക്ക് എടുത്ത് വരാം. അത് തന്നെ നമ്മൾ 1 hour ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഹൈ നമുക്ക് അത് തന്നെയാണ് 23,490. ഡൗൺ സൈഡ് വരികയാണെങ്കിൽ നമ്മൾ ഇതിലും ഒരു ട്രെൻഡ് ലൈൻ ഫോമായിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെ നോക്കും, ഫോമായിട്ടുണ്ട്. ഞാൻ കളർ ചേഞ്ച് ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊന്നും എടുക്കരുത്. ഫേക്ക് ബ്രേക്കൗട്ട് നടത്തി മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ഈ ആഴ്ച 4 ദിവസമുള്ള മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ നല്ല പ്രീമിയം ഡേക്കേ കൂടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഏരിയയ്ക്ക് താഴെ വരികയാണെങ്കിൽ 23,050, 23,000 വരട്ടെ. ഇതാ ഈ ഒരു ഏരിയയ്ക്ക് താഴെ ബ്രേക്ക് ഔട്ട് ചെയ്താൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 1 hour ടൈം ഫ്രെയിമിൽ 23,220. ഓക്കെ. താഴേക്ക് എടുത്ത് പോകാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡിംഗ് സാധ്യത ഓപ്ഷൻ ബയേഴ്സിനാണ് ഞാൻ പറയുന്നത്. ഓപ്ഷൻ സെല്ലേഴ്സിനും ഈ രൂപത്തിൽ ചെയ്യാം. അവർ സെല്ലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡിംഗ് സെറ്റപ്പ് നമുക്ക് നാളേക്ക് ഇങ്ങനെയാണ്. നല്ല പ്രോഫിറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റ് എടുത്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് വെക്കണം. ഓക്കെ. ഇനി നമുക്ക് നാളേക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയ 2 സ്റ്റോക്കുകൾ നോക്കാം. ഒന്നാമത്തേത് സുമിറ്റോമോ കെമ്മാണ്. സുമിക്കം 506 നമുക്ക് ബൈ എൻട്രി പോകാം. ഈ ഒരു ലൈന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 502 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 510, 513 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അടുത്തത് പോളി ബസാറാണ്. പോളി ബസാറിൽ നമുക്കൊരു ബൈ എൻട്രിയാണ് 1381. ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നാളെ ഈ പ്രീവിയസ് ഹൈ 1381 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1381 ട്രേഡ് എടുത്ത് പോകാം. 1371 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1390, 1397 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാം. അതിന് മുകളിൽ പോകാനുള്ള സാധ്യതകളുണ്ട്. പരമാവധി പ്രോഫിറ്റ് സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്തുകൊണ്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ 2 സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡർ എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക. ടെക്നിക്കൽ അനലൈസും ഫണ്ടമെൻ്റലും അതേപോലെ സൈക്കോളജിയൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾ മാർക്കറ്റിലേക്ക് വരിക. വലിയ ഒരു ട്രാപ്പാണ് സ്റ്റോക്ക് മാർക്കറ്റ്. പുറത്തേക്ക് കേൾക്കുമ്പോൾ വലിയ
ഒരു പുറംപോച്ചൊക്കെ കാണാൻ കഴിയും. പക്ഷേ അകത്തേക്ക് വന്ന് പെട്ടാൽ ഈയാമ്പാറ്റ വലയിൽ കുടുങ്ങിയ പോലെ ആവും. പുറത്ത് പോകാനും കഴിയില്ല, അകത്ത് നിൽക്കാനും കഴിയില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് മാറിപ്പോകും. ശ്രദ്ധിച്ച് അവനവൻ്റെ പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിൽ സൈക്കോളജിക്കലായിട്ട്. മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തി ആദ്യ കാലങ്ങളിലൊക്കെ ഒരു 1000 രൂപ അല്ലെങ്കിൽ 500 ഒരു കുറച്ചൊക്കെ പോകുമ്പോൾ ഭയങ്കര ബേജാറായിരിക്കും, ടെൻഷൻ. 200 പോയല്ലോ, 300 പോയല്ലോ, 500 പോയല്ലോ എന്നൊക്കെ. പിന്നീട് 500 പോകുന്ന 1000 ആവും, 1000 പോകുന്നത് 2000 ആവും, 2000 പോകുമ്പോൾ 3000 ആവും. പക്ഷെ അപ്പോഴൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും ഒരു സീരിയസ്നെസ് ഉണ്ടാവില്ല. നാളെ നമുക്ക് റിക്കവർ ചെയ്യാം, നാളെ തിരിച്ചു പിടിക്കാം എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയായിരിക്കും. പക്ഷേ നിത്യവും ഇങ്ങനെ തന്നെയായിരിക്കും. അവസാനം നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് വായ പൊളിച്ചിട്ട് ഇനി എന്ത് ചെയ്യും ഭഗവാനെ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടം വരിക. അങ്ങനെ എത്രയോ ആളുകൾ എൻ്റെ അറിവിൽ തന്നെയുണ്ട്. ശ്രദ്ധിക്കുക, നല്ലവണ്ണം ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. പരമാവധി ടെക്നിക്കൽ നിങ്ങൾ പഠിക്കാതെ നിങ്ങൾ ട്രേഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് ഇത് ഇത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മാർക്കറ്റിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ അതേപോലെ നിങ്ങളെ തൂക്കി വലിച്ചെറിയും മാർക്കറ്റ്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഞങ്ങളുടെ ഒരു ടെലഗ്രാം ചാനലുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതിൽ പരമാവധി സിഗ്നൽസൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. 100-ൽ 90 ഞങ്ങളുടെ സക്സസ്സായ സിഗ്നൽസാണ്. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.